ഇസ്ലാമിനെ തകർക്കാൻ ശത്രുക്കൾ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നബിയും സ്വഹാബികളും നിതാന്ത ജാഗ്രത പുലർത്തുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ വിവരങ്ങളും രഹസ്യങ്ങളും ശത്രുക്ക് അറിയുന്ന രൂപത്തിലുള്ള നമ്മുടെ ആത്മരഹസ്യങ്ങൾ കൈമാറുന്ന ആളുകൾ അത് മുസ്ലിങ്ങൾ മാത്രമേ ആകാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതിന് കാരണം? അല്ലാഹു തആല പറയുന്നത്, നിങ്ങളുടെ ഉള്ളുകള്ളി അറിയുന്നവർ മുസ്ലിങ്ങൾ മാത്രമേ ആകാവൂ. ലാ യഅലൂനകും ഖബാലൻ വദ്ദു മാ അനിത്തും. നിങ്ങളുടെ ഒരു ദൗർബല്യങ്ങളും ചൂഷണം ചെയ്യാൻ അവർ ഉപേക്ഷ വരുത്തുകയില്ല. നിങ്ങളുടെ ദൗർബല്യങ്ങൾ അവർ ദുരുപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ അവരെ സന്തോഷിപ്പിക്കുന്നു. ഖദ് ബദതിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം. അവരുടെ അധരങ്ങളിൽ നിന്ന് നിങ്ങളോടുള്ള വിദ്വേഷവും രോഷവും ശത്രുതയും പ്രകടമായിരിക്കുന്നു. എന്നാൽ വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. നിങ്ങൾ കേൾക്കെ, നിങ്ങൾ അറിയേ, അവർ ഈ പറയുന്ന വർത്തമാനങ്ങളുണ്ടല്ലോ, അവർ സന്ദേശങ്ങളിലും പ്രസംഗങ്ങളിലും എല്ലാം പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, എന്നാൽ അതല്ല വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ. അവർ പുറത്ത് പറയാതെ അവരുടെ നെഞ്ചുകളിൽ ഒളിച്ചു വെച്ചത് കൂടുതൽ ഗുരുതരമാകുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ ഖദ് ബയ്യനാ ലക്കുമുൽ ആയാത്ത്. നിങ്ങൾക്കിതാ നാം വ്യക്തമായ സന്ദേശം നൽകിയിരിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തമായ രഹസ്യങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ഭദ്രതയ്ക്ക് വേണ്ടി നാം ഇതാ അവതരിപ്പിച്ചു തരുന്നു. ഇൻ കുൻതും താഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ഇതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക. ഈ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിൽ ഹിജ്റ ചെയ്തു വന്നപ്പോൾ അവിടെ 2 അറബ് ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത്, ഔസ് ഖസ്റജ്. ഒരു 3 ജൂത ഗോത്രങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ബനു ഖൈനുഖ, ബനു നളീർ, ബനു ഖുറൈള. പ്രബലമായ 3 ജൂത ഗോത്രങ്ങളാണ്. അവരുടെ അധിവാസ പ്രദേശം എന്ന് വെച്ചാൽ അവർ കോട്ട കെട്ടി സംരക്ഷിക്കുമായിരുന്നു. മാസങ്ങളോളം അവർക്ക് ആ കോട്ടയ്ക്ക് പുറത്തിറങ്ങാതെ സുഭിക്ഷമായി ജീവിക്കാൻ ആവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങളും പ്രതിരോധിക്കാൻ ആവശ്യമായ ആയുധങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ആ രൂപത്തിലാണ് അവർ ജീവിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുൻപ് ഈ ജൂത ഗോത്രങ്ങളുമായി ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ സഖ്യം ചേർന്നിരുന്നു, സഖ്യ കരാറുണ്ടായിരുന്നു. അത് ഔസ് ഒരു ജൂതഗോത്രവുമായിട്ടാണെങ്കിൽ ഖസ്റജ് വേറൊരു ജൂതഗോത്രവുമായിട്ടായിരുന്നു. ഇത് പൊതുവെ അറേബ്യയിൽ ഗോത്രങ്ങൾ സ്വീകരിച്ചിരുന്ന ഒരു രീതിയാണ്. കാരണം ഒരു ഗോത്രത്തിനെതിരെ മറ്റ് ആക്രമണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സഖ്യമുള്ള ഗോത്രങ്ങൾ ഒപ്പം ചേർന്നുകൊണ്ട് അവർക്ക് സുരക്ഷിതത്വം നൽകും. ഇതിനു വേണ്ടിയാണ് അത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു. ഈ ഔസ് ഖസ്റജ് ഗോത്രത്തിലുള്ളവർ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ച ശേഷവും ഈ പഴയ സഖ്യകക്ഷിയായിരുന്ന ജൂത ഗോത്രക്കാരോട് അവർ സൗഹൃദം നിലനിർത്തിയിരുന്നു. അവരിൽ നിന്ന് ചില വ്യക്തികളോട് അടുത്ത ചങ്ങാത്തമുണ്ടായിരുന്നു, അതും തുടർന്നിരുന്നു. ആ ചങ്ങാത്തം ഉള്ളുകള്ളികൾ പോലും കൈമാറുന്ന അവസ്ഥ ചിലരിലെങ്കിലും ഉണ്ടായിരുന്നു. ഇതാവട്ടെ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ്. കാരണം പലപ്പോഴും ഈ ജൂതഗോത്രങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് സംബന്ധമായ പല രഹസ്യങ്ങളും ചോർന്നു പോകാനും ശത്രുക്കൾക്ക് അത് ദുരുപയോഗപ്പെടുത്താനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് അല്ലാഹു തആല ഇവിടെ ഈ കാര്യം നിങ്ങളുടെ ഉള്ളുകള്ളി അറിയുന്നവരായി നിങ്ങൾ മുസ്ലിങ്ങളെ മാത്രമേ സ്വീകരിക്കാവൂ. നിങ്ങൾ പഴയ കാലത്ത് സഖ്യമുണ്ടായിരുന്നു എന്നതൊക്കെ ശരിയാണ്. പക്ഷെ അവർക്ക് മുസ്ലിങ്ങളോടും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അങ്ങേയറ്റത്തെ വിദ്വേഷവും വെറുപ്പും ശത്രുതയുമാണുള്ളത്.
അതുകൊണ്ട് നിങ്ങളുടെ ദൗർബല്യങ്ങൾ ചൂഷണം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെതിരെ അവർ ഗൂഢതന്ത്രങ്ങളും ഗൂഢാലോചനകളും നടത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് അല്ലാഹു തആല ഇവിടെ പറയാണ്. ഇതാ കാലത്ത് ജൂതന്മാരായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുശ്രിക്കുകളായിരുന്നുവെങ്കിൽ, ഈ കാലത്ത് അത് മുസ്ലിങ്ങളുടെ വിഷയത്തിൽ പലപ്പോഴും മുശ്രിക്കുകൾ നമ്മുടെ നാട്ടിലുള്ള ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവരായിരിക്കാം. സമുദായം മൊത്തത്തിൽ അങ്ങനെയാണ് എന്ന് നാം പറയുന്നില്ല, മനസ്സിലാക്കുന്നില്ല, അത് ശരിയുമല്ല. എന്നാൽ മുശ്രിക്കുകൾക്ക് മുഅ്മിനീങ്ങളോടുള്ള ഈ അകൽച്ചയും വിദ്വേഷവും ശത്രുതയും ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറഞ്ഞു, വലതജിദന്ന അശദ്ദന്നാസി അദാവതൻ ലില്ലദീന ആമനുൽ യഹൂദ വല്ലദീന അശ്റകൂ. സത്യവിശ്വാസികളോട് ലോക ജനതയിൽ ഏറ്റവും ശത്രുതയുള്ളവരായി നിങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും. തഅക്കീദോടുകൂടി, സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആരാണ്? അൽ യഹൂദ വല്ലദീന അശ്റകൂ. ഒന്ന് ജൂതന്മാര്, രണ്ട് മുശ്രിക്കുകൾ. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സമുദായം, ഒരു സമൂഹം എന്ന നിലയ്ക്ക് ഉള്ളതാണ്. എന്നാൽ അതിലുള്ള എല്ലാവരും ഒരുപോലെയല്ല. അതിൽ കടുത്ത ശത്രുതയുള്ളവരുണ്ട്. അതാണ് നമ്മളിപ്പോൾ RSS, ബജ്രംഗ് ദള്, ശിവസേന എന്നൊക്കെ പറയുന്ന വിഭാഗം. എന്നാൽ അത്രത്തോളം ശത്രുതയൊന്നുമില്ല. കുറേയൊക്കെ മൈത്രിയുള്ളവർ അതിലുണ്ട്. അങ്ങനെയുള്ളവരാണ് പലപ്പോഴും മതേതര സംഘടനകളിലൊക്കെ തൃണമൂൽ കോൺഗ്രസ് എന്നോ സമാജ്വാദി എന്നോ പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന സംഘടനകളിൽ ഭൂരിപക്ഷം ഉള്ളത്. അപ്പോ മുസ്ലിങ്ങള് അവരുടെ സുരക്ഷിതത്വത്തിനും അവരുടെ ദീനിന്റെ സംരക്ഷണത്തിനും മുസ്ലിങ്ങളായിക്കൊണ്ട് അവരുടെ ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്നതിനും ആവശ്യമായ പല നിലപാടുകളും പല സമീപനങ്ങളും നമ്മുടെ രാജ്യത്ത് നാം സ്വീകരിക്കേണ്ടി വരും. അത് ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടേ ആകാവൂ. ഇത് ഈ ആയത്തിൽ എക്കാലത്തുമുള്ള സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല നൽകുന്ന സന്ദേശമാണ്. ഇനി ഇവിടെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഖദ് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ അധരങ്ങളിൽ നിന്ന് നിങ്ങളോടുള്ള വിദ്വേഷവും ശത്രുതയും പ്രകടമായിട്ടുണ്ട്. നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ശത്രുതയുടെ ഫലമായിക്കൊണ്ടാണ് SIR എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പൗരത്വം ഇല്ലാതാക്കാൻ വേണ്ടി, നാട് കടത്താൻ വേണ്ടി, പീഡിപ്പിക്കാൻ വേണ്ടി, ഗവൺമെന്റ് തലത്തിൽ ഉദ്യോഗങ്ങൾ ലഭിക്കാതിരിക്കാൻ വേണ്ടി, നമ്മുടെ കുട്ടികൾ നന്നായി പഠിക്കാതിരിക്കാൻ വേണ്ടിയൊക്കെ പല പല ചരടുവലികളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ തന്നെ. എന്നാൽ വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, അവർ പുറത്തേക്ക് പറയാത്തതായ, എന്നാൽ അവർ പരസ്പരം കൈമാറുന്നതായ അവരുടെ ഹൃദയങ്ങളിൽ ഒളിച്ചു വെച്ചിട്ടുള്ളതായ സംഗതി വളരെ ഗുരുതരമാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് അങ്ങേയറ്റത്തെ ജാഗ്രത പാലിച്ചു കൊണ്ടുവേണം മുസ്ലിങ്ങൾ മുന്നോട്ട് പോകാൻ, ജീവിക്കാൻ. ഹാ അൻതും ഉലൈ തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നു, അവരോട് അങ്ങേയറ്റത്തെ സൗഹൃദം വെച്ച് പുലർത്തുന്നു. വലാ യുഹിബ്ബൂനക്കും, എന്നാൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് ഇങ്ങനെ സ്വാഭാവിക ജീവിതം നയിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ ചില നിർണായക ഘട്ടത്തിൽ നമുക്കത് അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം മുസ്ലിങ്ങളെ ദ്രോഹിക്കാനും അവരുടെ പൗരത്വം ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ ആവശ്യമായ അവരുടെ മിനിമം ദീനീ ചിട്ടവട്ടങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം ഇല്ലായ്മ ചെയ്യുമ്പോൾ, അതിന് നിയമങ്ങൾ മാറ്റി എഴുതുമ്പോൾ, ഏറ്റവും ഒടുവിൽ വഖഫ് നിയമം നോക്കുക.
ആരാണ് സത്യത്തിൽ മുസ്ലിങ്ങളല്ലാതെ, മുസ്ലിം സംഘടനകളല്ലാതെ ആരാണ് ആത്മാർത്ഥമായി അത് പ്രതിരോധിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്? മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കിലാക്കിക്കൊണ്ട് അധര വ്യായാമം നടത്തുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. മറിച്ച് യഥാർത്ഥത്തിൽ തന്നെ ഭരണഘടന പ്രകാരം ഈ രാജ്യത്ത് ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടെ മതം ആചരിച്ചുകൊണ്ട് അത് പ്രബോധനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കെ അക്കാര്യത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകളല്ലാതെ അടരാടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? അതിലെ ചില നേതാക്കന്മാർ പറയാറുണ്ട് എന്നത് ശരിയാണ്. ഞാൻ പറയുന്നത് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഒറ്റക്കെട്ടായി അതിനു വേണ്ടി നിലകൊള്ളുന്നതായി നാം കാണുന്നുണ്ടോ? ഇല്ല. ഇല്ലാതിരിക്കാനുള്ള കാരണം എന്താണ്? അവരുടെ മുസ്ലിങ്ങളോടുള്ള ഈ ഹുബ്ബുണ്ടല്ലോ, ഈ സ്നേഹമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ തന്നെ എല്ലാവർക്കും ഉള്ളതല്ല. ഉള്ളവരുണ്ട്, തീർച്ചയായും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ അബൂ ത്വാലിബ് അവിശ്വാസിയായിരുന്നു, പക്ഷെ നബിയോട് യഥാർത്ഥത്തിൽ തന്നെ സ്നേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷെ ഒരു സമൂഹം എന്ന നിലയ്ക്ക് മുശ്രിക്കുകളുടെ നിലപാട് ഒന്നാണ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, എപ്പോഴും അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, അവരോട് സൗഹൃദം കാണിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ തിരിച്ച് അങ്ങനെയല്ല. വതൂമിനൂന ബിൽ കിതാബി കുല്ലി, നിങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു. എന്നാലോ അവരുടെ അവസ്ഥ എന്താണ്? അവർ പരിശുദ്ധ ഖുർആനിനെ ഒരു വേദഗ്രന്ഥമായി അംഗീകരിക്കുന്നുണ്ടോ? ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, ഇനി വേറെ ഏതെങ്കിലും മതവിഭാഗക്കാർ? നോ, എന്നല്ല, അത് പൈശാചിക വചനങ്ങളാണെന്നാണ് അവർ പറയുകയും ഗ്രന്ഥം എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ഗ്രന്ഥം രചിച്ചാൽ അവർക്ക് SPG പ്രൊട്ടക്ഷനാണ്, മുസ്ലിങ്ങളെങ്ങാനും മേലെ കൈവെക്കാതിരിക്കാൻ വേണ്ടി. അത് ദശകങ്ങളോളം കോടാനുകോടി ഡോളർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് ഇപ്പോഴും തുടരുന്നു. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു, എന്നാൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. വതൂമിനൂന ബിൽ കിതാബി കുല്ലി, നിങ്ങൾ എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കുന്നു, അവരുടെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു, അവരുടെ പേര് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം എന്ന് ചൊല്ലുന്നു, അവരുടെ കുടുംബാംഗങ്ങളെ അങ്ങേയറ്റം ആദരിക്കുന്നു. ഒക്കെ ശരിയാണ്. അവർ നിങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളും ഏകദേശ വിശ്വാസികളാണ്, ഞങ്ങളും പരലോക വിശ്വാസികളാണ്, ഞങ്ങളും പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നു, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ നിങ്ങളുമായി സൗഹാർദ്ദത്തിലാണ്. ഈ വക മഞ്ച് വർത്തമാനം തന്നെയാണ് പറയുക. ഈ കാലത്ത് നോക്കൂ, മുസ്ലിങ്ങൾ പലപ്പോഴും അവരുടെ വേദികളിലേക്ക്, എല്ലാ സംഘടനക്കാരും, പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയൊക്കെ അതിനായിട്ട് വേദികൾ സംഘടിപ്പിക്കാറുണ്ട്, ഡയലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ അടുത്ത കാലത്ത് മുജാഹിദുകളും അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരിലുള്ള പ്രാസംഗികന്മാരെയും പണ്ഡിതന്മാരെയും അച്ഛന്മാരെയും സ്വാമിമാരെയും ഒക്കെ കൊണ്ടുവരും. അവിടെ വന്ന അവരുടെ വർത്താനം കേട്ടിട്ടുണ്ടോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഭയങ്കര വർത്താനാണ്, നല്ല വർത്താനം. എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിലുള്ളതാണോ അത്? ഹൃദയത്തിൽ നിന്ന് വരുന്നതാണോ അത്? അല്ല. കാരണം വേദി അങ്ങ് മാറുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്, അവരുടെ നിലപാട് എന്താണ് എന്ന് നാം കാണുന്നുണ്ട്. ഇത് അല്ലാഹു തആല നേരത്തെ നമ്മൾ അറിയിച്ചതാണ്. നിങ്ങളെ കണ്ടുമുട്ടിയാൽ നിങ്ങളുടെ വേദികളിൽ അവർ ഭയങ്കര ഉഷാറാണ്. ഇപ്പൊ ഈയിടെയായിട്ട് മുമ്പ് സുന്നി സംഘടനകളൊന്നും ഈ ഇത്തരക്കാരെയൊന്നും വേദികളിൽ പങ്കെടുപ്പിക്കാറുണ്ടായിരുന്നില്ല. ജമാഅത്തുകാരായിരുന്നു ആദ്യം അതിൻ്റെ വക്താക്കൾ, പിന്നീട് മുജാഹിദുകൾ അത് ഫോളോ ചെയ്തു. ഇപ്പൊ ഈയിടെയായിട്ട് ഇപ്പം സമസ്ത നേതാക്കന്മാർ തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് ഒരു യാത്ര നടത്തി. ഇപ്പം അടുത്ത് ഒരു മാസം ഒന്നും ആയിട്ടില്ല. അതിൽ തിരുവനന്തപുരം മുതൽ അങ്ങോട്ട് ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു അവിടെ വേദികളിൽ ഉണ്ടായിരുന്നത്.
എന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ നേരത്തെ പറഞ്ഞ AK ഗോപാലനും EMS ഇല്ലാത്ത സ്വർഗത്തിലേക്കില്ല എന്ന് പറയുന്ന ഒരുത്തൻ കേരളത്തിലെ മുസ്ലിം സംഘടനകളെയും മുസ്ലിം നേതാക്കന്മാരെയും കുതിര കയറാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയുണ്ടായി കോഴിക്കോട് വെച്ച്. ഇത് ഈ മൊയ്ലിയമാർ നേരത്തെ ചെയ്ത കാര്യമായിരുന്നില്ല, പുതുതായിട്ടാണ്, അടുത്ത കാലത്താണ് അത് കാണാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരീശ്വര നിർമ്മതവാദികളെ വേദിയിൽ കയറ്റിക്കൊണ്ട് അവർക്ക് മുസ്ലിങ്ങൾ അഭിസംബോധന ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കുകയുണ്ടായി. അതൊക്കെ തന്നെ അവരുപയോഗപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനിൽ മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മുസ്ലിങ്ങൾക്കിടയിൽ കയറാൻ, അവരുടെ സംഘടനകൾക്കിടയിൽ അകൽച്ചയുണ്ടാക്കാൻ, അതിനാണ് ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ബോധമില്ലാത്ത പണ്ഡിതന്മാരാണ് ഇപ്പണിക്ക് അവസരം കൊടുത്തത് എന്ന് പറയാൻ എനിക്ക് യാതൊരു സങ്കോചവുമില്ല. മുസ്ലിം ഇസ്ലാമിക സംഘടനകളുടെ വേദികളിൽ വന്നുകൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും നിരീശ്വര നിർമ്മതവാദികൾക്ക് മുസ്ലിം സമൂഹത്തിലേക്ക് പാലം വെച്ചു കൊടുക്കാനും അവസരമുണ്ടാക്കുന്ന ഇവർ, ഈ പണ്ഡിത വേഷധാരികൾ വമ്പിച്ച ദ്രോഹമാണ് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നത് എന്ന് ഉറക്കെ പറഞ്ഞേ മതിയാകുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ വേദഗ്രന്ഥത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്നിട്ടോ നിങ്ങളെ കാണുമ്പോൾ നല്ല മഞ്ചു വർത്താനം പറയും. അവരുടെ അവസ്ഥ എന്താണ്? നിങ്ങളെ വിട്ടങ്ങി പിരിഞ്ഞാൽ, നിങ്ങളുടെ വേദിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടുമുള്ള വിരോധത്താൽ, വിദ്വേഷത്താൽ അവർ ഇങ്ങനെ പല്ലിറുമ്പും. ഖുൽ, അല്ലാഹു തആല പറയും, നബിയെ താങ്കൾ പറയുക, മൂതു ബിഗൈദികും, നിങ്ങൾ നിങ്ങളുടെ ഈർഷ്യ കൊണ്ട്, നിങ്ങളുടെ ഈറ കൊണ്ട് ചാകുവീൻ. നമ്മുടെ നാട്ടിൽ പറയും ഈറ കൊണ്ട് പാറയിൽ കടിക്ക്. മൂതു ബിഗൈദികും, നിങ്ങളുടെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള ഈ വിദ്വേഷത്താൽ ചാകുവീൻ. അല്ലാഹു തആലയാണ് പറയുന്നത്. അത്തരം വിഭാഗങ്ങളോട്, അത്തരം ആളുകളോട്, നേതാക്കന്മാരോട് നാം സ്വീകരിക്കേണ്ട സമീപനം എന്ത്? അവരുമായി വാളെടുക്കണ്ട, അവരുമായി യുദ്ധം ചെയ്യണ്ട, അവരുമായി തൊള്ളത്തല്ലും തല്ലണ്ട. പക്ഷെ ആരോട് അല്ലാഹു തആല പറയുന്നത്? ഒരിക്കലും അവരോട് നിങ്ങളുടെ ഉള്ളുകള്ളി അറിയുന്ന ആത്മമിത്രങ്ങളാക്കി അവരെ സ്വീകരിക്കരുത്. അവർക്ക് ഇസ്ലാമിനെ കുതിര കയറാൻ, മുസ്ലിങ്ങളിൽ അകൽച്ചയുണ്ടാക്കാൻ നിങ്ങളുടെ വേദി നൽകാതിരിക്കുക. മിനിമം അതവിടെ പറയുന്നുള്ളൂ. അല്ലാഹു തആല ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഹൃദയ രഹസ്യങ്ങളും അറിയുന്നവനാകുന്നു. ഈ പുറത്തേക്ക് പറയുന്ന വർത്താനല്ല. പുറത്തേക്കൊന്നും അകത്തേക്ക് വേറൊന്നുമാണ്. ഇരട്ട മുഖങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആലക്ക് ഏറ്റവും വെറുപ്പുള്ളവർ അവരാണ് എന്നൊരു ഹദീസിൽ പറയുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് വെച്ചാൽ ഒരു കൂട്ടരുടെ മുമ്പിൽ വരുമ്പോൾ ഒരു മുഖം, അവരുടെ മുമ്പിൽ നിന്ന് മാറുമ്പോൾ വേറൊരു മുഖം, അവരുടെ ശത്രുക്കൾ അടുത്ത് ചെല്ലുമ്പോൾ ഇനിയും മറ്റൊരു മുഖം. ഇങ്ങനെ ഇരുമുഖങ്ങളുള്ള ആളുകൾ അല്ലാഹു തആല ഏറ്റവും വെറുക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. അവര് പല മുഖങ്ങളിലും പ്രത്യക്ഷപ്പെടുമെങ്കിലും ഇന്നല്ലാഹ അലീമുൻ ബിദാത്തി സുദൂർ, അവരുടെ ഹൃദയങ്ങളിലുള്ള രഹസ്യങ്ങളൊക്കെ അല്ലാഹു തആല അറിയുന്നുണ്ട്. ഇൻ തംസസ്കും ഹസനത്തുൻ തസുഹും, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മയുണ്ടായാൽ, നന്മ ഭവിച്ചാൽ, ഗുണകരമായ എന്തെങ്കിലും സംഭവിച്ചാൽ, തസുഹും, അതവരെ അലോസരപ്പെടുത്തും, അതവരെ മുഷിപ്പിക്കും. നമ്മുടെ കുട്ടികള് പഠിച്ച് നല്ല മാർക്കോടുകൂടി ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താണ്? പുകിൽ എന്താണ്?
ഇവിടുത്തെ ഇപ്പൊ അടുത്ത് യാത്ര പോയ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. കുറച്ച് മുസ്ലിം കുട്ടികൾ റാങ്ക് വാങ്ങിയപ്പോൾ പറഞ്ഞത് എന്താണ്? അത് ചോദ്യപേപ്പർ ചോർത്തിയിട്ട് അടിച്ചെടുത്തതാണെന്നാണ്. മുസ്ലിം കുട്ടികൾ കഴിവ് തെളിയിക്കുമ്പോൾ ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റിന്റെ സ്ഥാപനങ്ങളിലെ കുട്ടികൾ കൂടുതൽ A+ വാങ്ങുന്ന ഒരു സ്ഥാപനമായി കഴിഞ്ഞാൽ അത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ, വിദ്യാഭ്യാസ മന്ത്രി പദം പലപ്പോഴും അലങ്കരിച്ചത് മുസ്ലിം ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരാണ്. CH മുഹമ്മദ് കോയ മുതൽ ഇങ്ങോട്ട് ET മുഹമ്മദ് ബഷീർ വരെയുള്ളവർ. മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ചോദ്യ പേപ്പർ ചോർത്തി കൊടുത്തിട്ടാണ് എന്നാണ്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഉത്തരവാദപ്പെട്ട ആളുകളെ ഏതെങ്കിലും ഇവരുടെ നാൽക്കവലകളിൽ മുദ്രാവാക്യം വിളിക്കുന്നവരെ കുറിച്ചല്ല പറയുന്നത്. സംസ്ഥാന തലത്തിലെ നേതാക്കന്മാർ, മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നവരുൾപ്പെടെ. ഇതൊരു വിദ്യാഭ്യാസത്തിന്റെ കാര്യം മാത്രമല്ല. മുസ്ലിങ്ങള് നല്ല ജോലികൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്ക് എന്തെങ്കിലും മേൽക്കൈ ഉണ്ടാകുന്ന സംഗതികൾ ഉണ്ടാകുമ്പോൾ, മുസ്ലിം രാജ്യങ്ങളെ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിക്കുമ്പോൾ ഇവർക്ക് ബേജാറൊന്നുമില്ല. എന്നാൽ അവർ പ്രതിരോധത്തിന് വേണ്ടി ചെയ്ത് അവിടെ വല്ല നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോ, ഇസ്രായേലിലേക്ക് ഇറാന്റെ ചില മിസൈലുകളൊക്കെ പതിച്ചപ്പോ എന്താണ് ഇവരുടെയൊക്കെ മുഖം വിവരണമായി. നിങ്ങൾക്ക് വല്ല ഗുണവും ലഭിച്ചാൽ അവരുടെ മുഖം ചുളിയും, അത് അവരെ അലോസരപ്പെടുത്തും. 1400 കൊല്ലം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. ഇന്നും അത് സത്യമായി പുലരുന്നുവെങ്കിൽ ഈ കിതാബ് സർവലോക പരിപാലകനായ ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് എന്നതിന് ഈ പരിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്തിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. എന്തിനേറെ പറയുന്നു, പറയാൻ കൊള്ളാത്ത സംഗതിയാണ്. കോഴിക്കോട് അന്യസംസ്ഥാന തൊഴിലാളികളായ ഹിന്ദുക്കളിൽപ്പെട്ട 1-2 ആള് അവിടെ കോഴിക്കോട് നഗരത്തിലെ ഒരു ഗട്ടറിൽ വീണു. ഇത് കണ്ട ഓട്ടോറിക്ഷ ഡ്രൈവറായ നൌഷാദി എന്നൊരു മുസ്ലിമായ മനുഷ്യൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നാടേത്, വീടേത്, ജാതിയേത്, മതമേത് ഒന്നും നോക്കാതെ മനുഷ്യത്വത്തിന്റെ പേരിൽ ആ ഗട്ടറിലേക്ക് ഇറങ്ങി അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ഈ മരണപ്പെട്ടു പോയ ആളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചു. ഉടനെ വന്നു കേരളത്തിലെ വലിയൊരു നേതാവിന്റെ പ്രതികരണം. ചാനലൊക്കെ കാണിച്ചതാണ്, പ്രതികരിച്ചതാണ്. ആ ഒരു ഹിന്ദുവായ മനുഷ്യന് വേണ്ടി, മനുഷ്യ ജീവന് വേണ്ടി ജീവൻ ത്യജിച്ച അയാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതിനെ ആക്ഷേപിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണമെങ്കിലും ലഭിച്ചാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചതിന്റെ പേരിൽ, ജീവൻ അർപ്പിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സഹായം ലഭിക്കുന്നത് പോലും തസുഹും, അവരുടെ മുഖം ചുളിക്കും. നാം കണ്ടതല്ലേ. എല്ലാം എടുത്ത് ആവർത്തിച്ച് പറയേണ്ടതില്ല. ഇതിവിടെ സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. മുസ്ലിങ്ങളായ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനിയോ നിങ്ങൾക്ക് ദ്രോഹകരമായ എന്തെങ്കിലും സംഭവിച്ചാലോ, അത് ഒരു മുസ്ലിം വ്യക്തിക്കാവാം, ഒരു മുസ്ലിം സംഘടനക്കാവാം, മുസ്ലിം സമുദായത്തിന് മൊത്തത്തിലാവാം, ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾക്കാകാം. എന്തെങ്കിലും ഒരു ദോഷം പിണയുകയാണെങ്കിൽ യഫ്റഹു ബിഹാ, അത് അവരെ സന്തോഷിപ്പിക്കും. നമ്മൾ കണ്ടതല്ലേ, ഈ മുസ്ലിം രാജ്യങ്ങളെ നിരന്തരം ഇസ്രായേൽ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്.
വഇൻ തസ്ബിറു, ശരി, ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. ഇതെന്നും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന കാലത്തോളം അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. പക്ഷെ നാം എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ, നാം അങ്ങോട്ട് സൗഹൃദം നടിക്കുന്നു. അതേ സൗഹൃദമല്ല തിരിച്ച് ലഭിക്കുന്നത്. ജനറൽ ആയിട്ടാണ് ഈ പറയുന്നത്. ഇതിന് അപവാദമായി ധാരാളം സംഭവങ്ങൾ ഉണ്ടാകും. ഇന്ത്യയിൽ തന്നെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ചില അപൂർവം നേതാക്കന്മാർ എല്ലാ കുത്തുവാക്കുകളും എല്ലാ എതിർപ്പുകളും ഈവൻ മാനസിക പീഡനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും നാം അത് മറക്കാൻ പാടില്ല. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സേവനം, സഹായം നാം അത് എന്നെന്നും നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ നബിയും ഹാഷിം കുടുംബവും 3 വർഷം ഉപരോധിക്കപ്പെട്ടു. ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ വൃക്ഷത്തിന്റെ ഇലകൾ പോലും കഴിച്ച് ജീവിക്കേണ്ട ഒരു ഘട്ടത്തിൽ മുശ്രിക്കുകളിൽ തന്നെ പെട്ട ചില ചെറുപ്പക്കാർ ഒട്ടകപ്പുറത്ത് ഭക്ഷണം നിറച്ചുകൊണ്ട് ഈ ഷീബ് അബീ താലിബിലേക്ക് ബനി ഹാഷിം കുടുംബം ജീവിക്കുന്ന പ്രദേശത്തേക്ക് കയറഴിച്ചു വിടും. അങ്ങനെ ബനി ഹാഷിം കുടുംബത്തിൽപ്പെട്ട പട്ടിണി കിടക്കുന്നവർ ആ ആഹാരം ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ എല്ലാ സമുദായത്തിലും എല്ലാ നാട്ടിലുമുണ്ട്. നാം ഒരിക്കലും അവരുടെ സമീപനം, അവരുടെ സേവനം, അവരുടെ സൗഹൃദം, അവരുടെ മനുഷ്യത്വം അത് വില കുറച്ച് കാണേണ്ടതില്ല. തീർച്ചയായും വിലമതിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളവരോട് നാം സൗഹൃദം നിലനിർത്തേണ്ടതുണ്ട്. അതിലൊന്നും ഒരു സംശയവുമില്ല. ഇവിടെ പറയുന്നത്, ഈ ആയത്തിൽ പറയുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്ന വിഭാഗങ്ങളെ കുറിച്ചാണ്. അവരോട്, ഈ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരോട് നാം സ്വീകരിക്കേണ്ട സമീപനമുണ്ട്. വഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ, വതത്തഖു, സൂക്ഷ്മത കൈക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ ഉരുളക്കുപ്പേരി കൊടുക്കുന്ന സമീപനം, തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന സമീപനം ഒരിക്കലും സ്വീകരിക്കാതിരിക്കുക. സൂക്ഷ്മത പാലിക്കുക, ക്ഷമ അവലംബിക്കുക, തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക. ഇങ്ങോട്ട് അസഭ്യം പറയുന്നവരോട് അങ്ങോട്ട് നല്ല വാക്ക് മാത്രം പറയുക. ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരോക്ക് അങ്ങോട്ട് ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഉപകാരം ചെയ്യുക. നബിയും സഹാബത്തുമൊക്കെ അതാണ് ചെയ്തത്. അങ്ങനെ നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ ലാ യദുറുക്കും കൈദുഹും ഷൈആ, അവരുടെ ഈ കുതന്ത്രങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് യാതൊരു ദോഷവും വരുത്തുകയില്ല. ഒരായത്തിൽ സൂറത്തുൽ ഫാത്തിറിൽ അല്ലാഹു തആല പറഞ്ഞു, ഇസ്തിക്ബാറൻ ഫിൽ അർദ്, അങ്ങേറ്റത്തെ അഹങ്കാരത്തോടുകൂടി ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ശത്രുതാപരമായ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ. വമക്രുസ്സയ്യ്, അതുപോലെ തന്നെ ഗൂഢതന്ത്രങ്ങൾ, ഗൂഢാലോചനകൾ, മുസ്ലിങ്ങളെ എങ്ങനെ ഇകഴ്ത്താം, എങ്ങനെ അവരെ ഇരകളാക്കാം, എങ്ങനെ അരികു പറ്റിക്കാം, എങ്ങനെ അവരുടെ വിദ്യാഭ്യാസം മുടക്കാം, എങ്ങനെ അവർ ഉദ്യോഗത്തിൽ വരുന്നത് തടയാം, എങ്ങനെ അവരുടെ പൗരത്വം ഇല്ലാതാക്കി അവരെ നാടുകടത്താം, ഇങ്ങനെയുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേറ്റത്തെ അഹങ്കാരികളായ ആളുകൾ. അതേമാതിരി മണ്ണിട്ടാവുക ലെവലിലാക്കുക. ആരാണ് അവിടെ ഓഡിയോ ഓഫ് ചെയ്യുക? എല്ലാവരുടെയും ഓഡിയോ ഓഫ് ചെയ്യുക. ലീവ് ചെയ്തു പോവുക. ഹോസ്റ്റ് ശ്രദ്ധിക്കുക, ഓഡിയോ മ്യൂട്ട് ചെയ്യുക. അപ്പം ഗൂഢാലോചനയും ഗൂഢതന്ത്രങ്ങളും ഒക്കെയായി അഹങ്കാരത്തോടു കൂടി മുസ്ലിങ്ങളോട് ഇടപെടുന്ന ആളുകള് അവരുടെ ഗൂഢതന്ത്രം, അവരുടെ ഗൂഢാലോചന, വലാ യഹീഖുൽ മക്റു സയ്യി ഇല്ലാ ബി അഹ്ലി, ഈ ഗൂഢതന്ത്രം ഗൂഢാലോചന നടത്തുന്നവരിലേക്ക് തന്നെയാണ് അതിന്റെ ദോഷം തിരിച്ചടിക്കുക എന്ന് അല്ലാഹു തആല പറയുന്നു. പക്ഷെ 2 ഷർത്തുണ്ട്. എന്താണ് ഷർത്ത്? ക്ഷമ അവലംബിക്കണം,
അതോടൊപ്പം സൂക്ഷ്മത കൈക്കൊള്ളണം. ഈ സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ ഗൂഢതന്ത്രമെല്ലാം അവർക്കെതിരെ തന്നെ തിരിച്ചടിക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദ്രോഹകരമായ അപകടകരമായ ഒരു സംഗതിയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റാനും അങ്ങനെ ക്രമേണ പൗരത്വം ഇല്ലാതാക്കാനും അങ്ങനെയുള്ളവരെ കൊണ്ടേ പാർപ്പിക്കാൻ ആലകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തി സംസ്ഥാനങ്ങളിൽ. അവിടെ കൊണ്ട് പാർപ്പിച്ച് ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും ഒക്കെ നാട് കടത്താനൊക്കെ വേണ്ടിയിട്ട് ഉള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഗൂഢതന്ത്രമാണ്, ഗൂഢാലോചനയാണ്. പ്രത്യക്ഷത്തിൽ അതിങ്ങോട്ട് പറയില്ല, പ്രത്യക്ഷത്തിൽ അങ്ങനെയല്ല പറയുക. ഈ സംഗതി മുസ്ലിങ്ങളെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഗൂഢതന്ത്രം പലപ്പോഴും അവർക്ക് തന്നെ ബൂമറാങ്ങായി ഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആസാം, വെസ്റ്റ് ബംഗാൾ മുതലായ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ഇതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ നല്ലൊരു ശതമാനം ഇതര മതസ്ഥർ അഥവാ ഹിന്ദുക്കൾ തന്നെ പെട്ടുപോകും. കാരണം ഉദ്യോഗസ്ഥന്മാർ വന്ന് വിവരങ്ങൾ ശേഖരിച്ച് ഇതിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ വെറും മുസ്ലിങ്ങളെ മാത്രം അതിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. പ്രത്യേകിച്ച് ആ സംസ്ഥാനങ്ങളിലൊക്കെ കേരളത്തെക്കാളും മുസ്ലിം പെർസെൻറ്റേജ് കൂടുതലുണ്ട്. ആസാമിൽ 35% മുസ്ലിങ്ങളുണ്ട്, കേരളത്തിൽ 28-29 ഉള്ളൂ. വെസ്റ്റ് ബംഗാളിൽ അതിലധികമുണ്ട്, ആസാമിനേക്കാൾ കൂടുതലാണ് വെസ്റ്റ് ബംഗാളിലെ മുസ്ലിം ജനസംഖ്യ. സ്വാഭാവികമായിട്ട് കുറേയൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടാവുമല്ലോ. അപ്പൊ ഏകപക്ഷീയമായി മുസ്ലിങ്ങളെ മാത്രം ഇതിൽ നിന്ന് മാറ്റുക പ്രായോഗികമല്ല. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഗവൺമെന്റിന് നിർദ്ദേശം നൽകാനും പറ്റൂല. അതിനൊക്കെ ഒരുപാട് കടമ്പകളുണ്ട്. അപ്പൊ ഈ ലിസ്റ്റ് വന്നു നോക്കുമ്പോൾ ഈ പറഞ്ഞ ഇതിൽ കുറെ ഹിന്ദുക്കളുണ്ട്. അങ്ങനെ അവസാനം പലപ്പോഴും അവർ പെട്ടുപോകുന്ന അവസ്ഥയാണ് ഉള്ളത്. പിന്നെ അതിൽ നിന്ന് കഴിച്ചിലാവാൻ വേണ്ടി ആദ്യം തന്നെ അവർ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയൽ രാജ്യങ്ങളിൽ നിന്ന്, ബംഗ്ലാദേശ്, ബർമ്മ, പാകിസ്ഥാൻ മുതലായ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വരുന്ന മുസ്ലിങ്ങളല്ലാത്ത മതവിഭാഗങ്ങൾ, അത് ഹിന്ദുവാവാം, സിഖുകാരാവാം, ക്രിസ്ത്യാനികളാവാം, ആരുമാവാം, അവർക്കൊക്കെ പൗരത്വം കൊടുക്കും ആദ്യം തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഈ പട്ടികയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പട്ടികയിൽ അഥവാ ഇതര മതസ്ഥർ വരികയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനുള്ള പഴുതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അഭയാർത്ഥികളായി വരുന്ന മുസ്ലിങ്ങൾക്ക് ഇല്ല, ഈ പറഞ്ഞ പരിഗണന ഇല്ല, അവർക്ക് പൗരത്വവും കൊടുക്കൂല. ഈ നിയമങ്ങളൊക്കെ പാർലമെന്റിലാണ് പാസ്സാക്കിയത്. ഇവിടുത്തെ മതേതരവാദികൾ എന്ന് പറയുന്ന വലിയ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പാർട്ടികളൊന്നും ഇതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല, പ്രതികരിച്ചിട്ടുമില്ല. വളരെ വ്യക്തമായി അവർക്കൊക്കെ അറിയാം ഇത് മുസ്ലിങ്ങളെ നിലംപരിശാക്കാനും മുസ്ലിങ്ങളെ ഇടങ്ങേറാക്കാനും വേണ്ടിയുള്ള നിയമമാണ് എന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രതികരണം അതിനെതിരെ ഒന്നും ഉണ്ടായിട്ടില്ല, പ്രതിരോധവും ഉണ്ടായിട്ടില്ല. ഉണ്ടാവാതിരിക്കാനുള്ള കാരണം ഈ പറഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ സംഗതിയാണ്. കാരണം ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടുമുള്ള ശത്രുത അടിസ്ഥാനപരമായി ഈ കാഫിറുകൾക്ക് ഉള്ളതാണ്. അത് നാം അങ്ങനെ തന്നെ മനസ്സിലാക്കിയേ പറ്റൂ. ഇതൊന്നും പറയാതെ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇസ്ലാം അനുസരിച്ച് നമുക്ക് ജീവിക്കാനും സാധ്യമല്ല, മുസ്ലിങ്ങളുടെ സുരക്ഷിതത്വം, മുസ്ലിങ്ങളുടെ നില ഭദ്രമാക്കാനും സാധ്യമല്ല. അപ്പോൾ ഈ ഗൂഢതന്ത്രങ്ങളൊക്കെ അതിൻ്റെ വക്താക്കൾക്ക് തന്നെ തിരിച്ചടിയായി മാറും എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നാൽ ഒരിടങ്ങേറും ബുദ്ധി മുസ്ലിങ്ങൾക്ക് ഉണ്ടാവില്ല ഈ ഗൂഢാലോചനകൾ എന്ന് പറയേണ്ടതില്ല. ഖുർആന്റെ ഒരു ആയത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ സത്യനിഷേധികളുടെ ഈ കുതന്ത്രങ്ങളൊക്കെ തന്നെ ചില്ലറ ബുദ്ധിമുട്ടുകൾ മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഒരിക്കലും നിങ്ങളെ വിഭാടനം ചെയ്യാൻ അവർക്ക് സാധിക്കുകയില്ല. ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആൻ അത് സമർത്ഥിച്ചിട്ടുണ്ട്. നമുക്കറിയാം, 3000 കൊല്ലം മുൻപ് ലോകത്തെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു ഫറോവയുടെ സാമ്രാജ്യം. അവിടുത്തെ മുസ്ലിങ്ങളാവട്ടെ ന്യൂനപക്ഷമായിരുന്നു. ന്യൂനപക്ഷം ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കാൾ ന്യൂനപക്ഷം, മൃഗീയ ഭൂരിപക്ഷമാണ്
അവിടുത്തെ മുശ്രിക്കുകൾക്ക്, കോപ്റ്റിക്കുകൾക്ക് ഉണ്ടായിരുന്നത്. അവിടുത്തെ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ജനിക്കുന്ന ആൺകുട്ടികളെ കൊല്ലാൻ പോലുമുള്ള നിയമം കൊണ്ടുവന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? കുറെ ഇടങ്ങേറൊക്കെ ഉണ്ടായി, ശരിയാ. പക്ഷെ അന്തിമമായി ശത്രുക്കൾക്ക് വിജയം കാണാൻ സാധിച്ചില്ല. അള്ളാഹു താല രക്ഷപ്പെടുത്തി. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും എന്നത് ശരിയാണ്. പക്ഷെ ശത്രുക്കൾ നിങ്ങളെ വിഭാടനം ചെയ്യുന്ന വിഷയത്തിൽ വിജയിക്കുകയില്ല. ഈ ഗൂഢതന്ത്രങ്ങൾ അവർക്കെതിരെ തന്നെ തിരിച്ചടിക്കുന്നതാണ്. മുൻകഴിഞ്ഞു പോയ തലമുറകൾ അഭിമുഖീകരിച്ച അള്ളാഹുവിന്റെ നടപടിക്രമമല്ലാതെ എന്തെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? അതാണ് ആവർത്തിക്കപ്പെടാൻ പോകുന്നത്. ഫലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ചരിത്രത്തിലുടനീളം എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുക. ഈജിപ്തിൽ എന്താണ് സംഭവിച്ചത്? മുസ്ലിം സമുദായത്തെ അല്ലാഹു തആല കടൽ കടത്തി രക്ഷപ്പെടുത്തി. സത്യനിഷേധികളെ ആ ചെങ്കടലിൽ മുക്കിയൊടുക്കി. ആ ചരിത്രമല്ലാതെ എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? വലൻ തജിദ ലിസുന്നത്തില്ലാഹി തഹ്വീല. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അതപ്പടി ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുക. ഇവിടെ ഇസ്ലാമിനെ വിഭാടനം ചെയ്യാനും മുസ്ലിങ്ങളെ കഷ്ടപ്പെടുത്താനും തീവ്ര പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ പരാജയപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരാജയപ്പെടുത്തും. അത് അള്ളാഹുവിന്റെ ചരിത്രത്തിലുടനീളം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള സുന്നത്താണ്, നടപടിക്രമമാണ്. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മോട് അല്ലാഹു തആല നൽകിയ നമ്മോടുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്, ക്ഷമ അവലംബിക്കുക. അതോടൊപ്പം തഖ്വ, അള്ളാഹുവിന്റെ കൽപ്പന പ്രവർത്തിച്ചുകൊണ്ടും വിരോധിച്ചത് ഉപേക്ഷിച്ചത് കൊണ്ടും ജീവിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കും. ഇവിടെ നമുക്കെതിരെ നിരന്തര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂടവും ഭരണകക്ഷിയും അവരുടെ ശിൽബന്ദികളും അവരെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാറ്റമില്ലാത്ത നടപടിക്രമത്തിലൂടെ അമർത്തുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത്, അവരുടെ ശർറിൽ നിന്ന് അല്ലാഹു തആല ഈ സമുദായത്തെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ കണ്ടുകൊണ്ട് കൺകുളിർത്ത് ഈ ലോകത്തോട് വിട പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും തഖ്വ ചെയ്യുകയുമാണെങ്കിൽ അവരുടെ കുതന്ത്രങ്ങൾ നിങ്ങൾക്ക് ദോഷം ചെയ്യുകയില്ല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെല്ലാം വലയം ചെയ്തിരിക്കുന്നു. ESIR ആവട്ടെ, അതുപോലെയുള്ളതാവട്ടെ, അതുപോലെ തന്നെ ലോകത്തുടനീളം മുസ്ലിങ്ങൾക്കെതിരെ ഇസ്രായേലും അമേരിക്കയും ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ, ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അവരുടെ പ്രവർത്തനങ്ങളെയൊക്കെ അല്ലാഹു തആല വലയം ചെയ്തിരിക്കുന്നു. അവരുടെ കയ്യിൽ ഇന്റർ കോണ്ടിനെന്റൽ മിസൈലുകൾ ഉണ്ടാവാം, അവരുടെ കയ്യിൽ ബോംബർ വിമാനങ്ങൾ ഉണ്ടായിരിക്കാം, അവരുടെ കയ്യിൽ വലിയ വലിയ വിമാനവാഹിനികളായ കപ്പലുകൾ ഉണ്ടായിരിക്കാം. അതെല്ലാം മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ടായിരിക്കാം. എന്തെന്ത് പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ചൂഴ്ന്നിരിക്കുന്നു, വലയം ചെയ്തിരിക്കുന്നു. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. താങ്കളുടെ റബ്ബ് പതിയിരിക്കുകയാണ്. ഏത് അവസരത്തിൽ എപ്പോഴാണ് ഇവരെ പിടികൂടേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. ആ സന്ദർഭത്തിൽ അല്ലാഹു തആല പിടികൂടുക തന്നെ ചെയ്യും. ഇനി അങ്ങോട്ട് പുതിയ ഒരു വിഷയത്തിലേക്ക്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും
700ഓളം വരുന്ന സ്വഹാബികളും നയിച്ച മഹത്തായ ഉഹദ് യുദ്ധത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. നാം ഈ സൂറത്ത് ആൽ ഇംറാന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സൂറത്ത് ഉഹദ് യുദ്ധത്തെ തുടർന്ന് അവതരിച്ചിട്ടുള്ളതാണ്. ഉഹദ് യുദ്ധത്തെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഈ സൂറത്തിൽ വിവരിക്കുന്നുണ്ട്. അതിലേക്കാണ് ഇനി പ്രവേശിക്കാനുള്ളത്. 1000ഓളം പേരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉഹദ് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതെങ്കിലും അതിൽ നിന്ന് 300ഓളം വരുന്ന മുനാഫിക്കുകൾ വഴിയിൽ വെച്ച് തിരിച്ചു പോന്നു. അവർക്ക് പുറപ്പെടാതിരിക്കാമായിരുന്നു, പക്ഷെ പുറപ്പെട്ടിട്ട് തിരിച്ചു പോരുന്നത് എന്തിനു വേണ്ടിയാണ്? മുസ്ലിങ്ങളുടെ ആത്മവീര്യം ചോർത്താൻ വേണ്ടി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ആകാശലോകത്ത് നിന്ന് വഹി അവതരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ മദീന മുനവ്വറയിൽ റൗള ഷരീഫിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനീ പ്രബോധനം നിർവഹിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന, അവിടെ 5 വക്ത് നമസ്കാരത്തിന് സന്നിഹിതരായിക്കൊണ്ടിരുന്ന, അഥവാ 5 വക്ത് നമസ്കാരത്തിന് പള്ളിയിൽ സന്നിഹിതരായില്ലെങ്കിൽ മുസ്ലിങ്ങളായി ഗണിക്കുമായിരുന്നില്ല. അതുകൊണ്ട് 5 വക്ത് പള്ളിയിൽ സന്നിഹിതരായിരുന്ന മുനാഫിക്കുകൾ ആ കാലത്ത് ആ നബിയുടെ സമൂഹത്തിൽ 30% ഉണ്ടായിരുന്നു. മുസ്ലിങ്ങളിൽ 30%. 1000 പേർ പുറപ്പെട്ടു, 300 പേർ തിരിച്ചുപോയി മുനാഫിക്കുകൾ. തഫ്സീറുകളിൽ ആ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിൽ 30% മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ നടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടിച്ചു. ഈ കാലഘട്ടത്തിലും ഈ സമുദായത്തിൽ നല്ലൊരു ശതമാനം മുനാഫിക്കുകളുണ്ട്. അവരാണ് ഈ മുസ്ലിങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണകക്ഷിയോടൊപ്പം ചേർന്നുകൊണ്ട്, അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ട്, അവർക്ക് വേണ്ടി പലപ്പോഴും അരികി പറ്റിക്കൊണ്ട്, അങ്ങോട്ട് ഓടിച്ചെന്നുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരായ, അവരുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന, അവരുടെ അധികാരത്തിന്റെ അപ്പക്കഷ്ണങ്ങൾ വാങ്ങിക്കൊണ്ട് ഈ സമുദായത്തെയും ഇസ്ലാമിനെയും ഒറ്റിക്കൊണ്ടിരിക്കുന്ന മുനാഫിക്കുകൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിക്കുകളാകുന്നു ജഹന്നമിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവർ. ഇവരെ മറ്റ് നരകവാസികൾ അവരുടെ കാൽ കീഴിൽ ഞെരിച്ചമർത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ സമുദായത്തെ കുത്തിനോവിക്കുന്ന രൂപത്തിൽ പ്രസംഗിക്കുകയും എഴുതുകയും സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ മുനാഫികളെ കുറിച്ച് നാം വിഷമിക്കേണ്ടതില്ല. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ, അവർക്ക് കിട്ടേണ്ടത് കിട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ബദറിൽ ഉഹദ് യുദ്ധത്തിന് പുറപ്പെട്ടവരിൽ നിന്ന് 300 മുനാഫിക്കുകൾ തിരിച്ചു പോന്നു. 700ഓളം വരുന്ന സ്വഹാബികളുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് മാർച്ച് ചെയ്തത്. ഖുറൈശികൾ ബദർ യുദ്ധത്തിലേറ്റ തോൽവിക്ക് പ്രതികാരം ചെയ്യാൻ വേണ്ടി 3000ഓളം വരുന്ന ഒരു സൈന്യം സർവായുധ സജ്ജരായി ഉഹദിലേക്ക് എത്തിച്ചേർന്നു. ഈ സംഭവം ഇൻഷാ അല്ലാഹു തആല അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ലാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹു തആല റമദാനിലായിരിക്കും നമ്മുടെ ക്ലാസ്. അവസാനത്തെ 10 നമ്മൾ ക്ലാസ്സുകളൊക്കെ നിർത്തിവെക്കും. റമദാനിൽ ഈ സമയത്ത് വെള്ളിയാഴ്ച സുബഹിയൊക്കെ നമസ്കരിച്ചിട്ട് പലപ്പോഴും നോമ്പുകാരായി ജോലി ഇല്ലാത്തവർക്ക് ഒന്ന് മയങ്ങൊക്കെ വേണ്ടി വരും. അതുകൊണ്ട് മുൻകാലങ്ങളിലൊക്കെ
നമ്മൾ കുവൈറ്റ് സമയം 9 മണിക്കായിരുന്നു ക്ലാസ് നടത്തിയിരുന്നത്, രാവിലെ 9 മണിക്ക്. ഇന്ത്യൻ സമയം 11:30 മണിക്ക്. ഇപ്പോൾ ബാങ്ക് ജുമുഅ ഒരു 12:40 ആകും. 12:30 മണിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. ജുമുഅയ്ക്കുള്ള കുളിയൊക്കെ ആദ്യം നിർവഹിച്ച് റെഡിയായാൽ മതി. എന്നാൽ ക്ലാസ് അവസാനിപ്പിച്ച് ഉടനെ നമുക്ക് ജുമുഅയ്ക്ക് പോകാൻ സാധിക്കും ഇൻഷാ അല്ലാഹു തആല. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കാൻ ഒരു സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ ക്ലാസ്സിൽ വെച്ച് തന്നെ അക്കാര്യം പറയുകയാണ്. അടുത്ത വെള്ളിയാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് നോമ്പിന് കുവൈറ്റ് സമയം 9 മണി, ഇന്ത്യൻ സമയം 11:30 മണിക്കായിരിക്കും ആശയ വിവരണ ക്ലാസ്. അക്കാര്യം മെസ്സേജിലൂടെ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം, ദുഃഖകരമായ ഒരു സംഗതിയാണ് ഞാൻ അവസാനത്തിൽ പറയാൻ വേണ്ടി മാറ്റിവെച്ചത്. നമ്മുടെ ഈ തജ്വീദുൽ ഖുർആനിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന പാങ് സ്വദേശി KN മൊയ്തീൻ കുട്ടി സാഹിബ്, അദ്ദേഹം ഒരു ക്ലാസ് പോലും ആബ്സെൻ്റ് ആക്കാതെ ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. അദ്ദേഹം റിയാദ് സാലിഹീൻ്റെ ഒരു സന്നദ്ധ ഭടനാണ്. നമ്മൾ വയനാട്ടിലേക്ക് കിറ്റ് വിതരണത്തിനും പോത്തർത്ത് കൊടുക്കാനൊക്കെ പോയപ്പോഴും മൂപ്പര് കൂടെ ഉണ്ടായിരുന്നു. എല്ലാ നന്മകൾക്കും എപ്പോഴും മുന്നിലുണ്ടാകും. കുവൈത്തിൽ നമ്മുടെ ഒരുമിച്ച് വളരെ വർഷങ്ങളോളം 1980 മുതൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. ഇന്ന് സുബ്ഹി സമയത്ത് വദു എടുക്കാനൊക്കെ ബാത്റൂമിൽ പ്രവേശിച്ചതായിരുന്നു. അങ്ങനെ ഒരു ദർസ് ഖുർആൻ എന്ന് പറയുന്ന ഒരു ദർസുണ്ട്, മെതികുട്ടി സാഹിബും ഭാര്യയും പങ്കെടുക്കുന്ന. മെതികുട്ടി സാഹിബ് ആ ദർസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭാര്യ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൽ വന്ന് കേൾക്കാൻ വേണ്ടി ജോയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ സമയത്ത് ജോയിൻ ചെയ്ത് കാണാത്തത് കൊണ്ട് അന്വേഷിച്ചു നോക്കുമ്പോൾ ബാത്റൂമിൽ വെള്ളം ചാടുന്നുണ്ട്, ലൈറ്റ് കത്തിയിരിക്കുന്നു, പക്ഷെ ഡോർ ലോക്കാണ്. അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ഡോറൊക്കെ ചവിട്ടി പൊളിച്ച് തുറന്നു നോക്കുമ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്ക് മരണം നേരത്തെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഖബറടക്കം സമയം ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് അപ്പം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ തജ്വീദ് ഓൺലൈൻ ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. മലപ്പുറം ജില്ലയിലുള്ളവർ സാധിക്കുന്നവർ ആ ജനാസ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പാരത്രിക ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷപൂർണമാക്കുകയും അവരെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ വിയോഗത്തിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹനവും ക്ഷമയും സമാധാനവും ശാന്തിയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.